എന്നാലും നമ്മൾ ആ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് കാണിച്ചില്ലേ ലൊക്കിയല്ലോ. പിന്നെ വറുത്തിടാനായിട്ട് കുറച്ച് മുന്തിരിങ്ങ, പിന്നെ അതിൽ ഇച്ചിരി ഏലക്ക പൊടിച്ചതാണ്, കുറച്ച് രണ്ടാം പാല്, തേങ്ങാപ്പാലിനെ ഞാൻ അപ്പുറത്ത് ചേച്ചിയോടിരിക്കും. എടാ നീ ഒന്ന് മാറിയ ഇവിടെ വന്നാലും ശല്യം. നിനക്ക് എന്താ വേണ്ടത്? എന്റെ ജോയിസ്റ്റിക്ക് കാണാനല്ല. അയ്യേ നിന്റെ ജോയിസ്റ്റിക്ക് ഇതിന്റെ ഇടയിലാണോ? എന്ത് വൃത്തിയാണ്? എടാ അത് അപ്പുറത്തേക്കാരൻ കാണോ, അവിടെ പോയി നോക്ക്. ഞാൻ അപ്പുറത്തൊന്നും കൊണ്ടുവെക്കാറില്ല. നീ ഒന്ന് എഴുന്നേറ്റ് മാറിക്കേ. എടാ ഞാനിവിടെ സുപ്രധാനമായ ഒരു പാചക പരീക്ഷണത്തിന് വേണ്ട ഐറ്റംസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നീ ഇവിടെ കിടന്ന് ചവിട്ടാടം കളിച്ചത് പായസം മാറി വേറെ എന്തെങ്കിലും ആയിപ്പോ. പായസം ഉണ്ടാക്കാൻ പോണ എന്താ വേണ്ടേ? ഇവിടെ ആരാണ് പായസത്തിന്റെ കാര്യം പറഞ്ഞത്? നീ ആരാടാ മിസ്റ്റർ പോഞ്ഞിക്കരെ മണത്ത് കണ്ടുപിടിക്കാൻ? ഇവിടെ ആരും പായസത്തിന്റെ കാര്യം പറഞ്ഞില്ല. ഞങ്ങള് പായ വരിക്കുന്ന കാര്യം പറഞ്ഞത് അല്ലടാ. ഉണങ്ങിയ കോമഡി ആയിപ്പോയി. കാര്യം പറയണം. അതെ, ആര് പായസം ഉണ്ടാക്കിയാലും ടെസ്റ്റ് പായസം എനിക്ക് വേണം കേട്ടാ. അതങ്ങനെ ഒരു ജീവി. ദേ നാളെ ഏത് പായസം ഉണ്ടാക്കുന്ന ഇപ്പൊ തീരുമാനിച്ചാ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കാം. രാവിലെ എണീറ്റ് കാണാൻ. ഗോതമ്പ് പായസം മതി. ആണോ? സേമിയ പായസം മതി. പരിപ്പ് പായസം മതി. പരിപ്പ് പായസം വേണ്ട. അത് ഞാനും നീ ഒന്നിച്ചല്ല കിടക്കുന്നത്. ഒരു പരിധിയിലേക്ക് അമോണിയ ശ്വസിച്ചാലേ ചിലപ്പോൾ എനിക്ക് മരണം സംഭവിക്കും. എന്ത് മുള്ളാമണോ? അല്ല, ഒരെണ്ണം ഒരു പായസം ഏതാണ് തീരുമാനിക്കുക, അത് ഉണ്ടാക്കാം. സേമിയ പായസം മതി. ഗോതമ്പ് പായസം മതി. അടപ്രഥമൻ ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചു. അടപ്രഥമൻ മതി. എന്നാ അടപ്രഥമൻ മതി. നീ എന്തൊന്നും പ്രാർത്ഥന? ആരെന്തുണ്ടാക്കിയാലും ടെസ്റ്റ് പായസം എനിക്ക് വേണം. അപ്പൊ അട ഫിക്സ്. അടികൈ. എന്താടാ? എടാ അഡ്രസ്സ് നീ സാമിനോട് ചോദിക്കാം, അവനല്ലേ അറേഞ്ച് ചെയ്തത്. ഞാൻ വരാം, നീ വയ്ക്കുക, എനിക്ക് കുറെ പോവാനുണ്ടാ. ശരി. അവനെ പറഞ്ഞോളൂ. നിങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കണ്ട, ബേക്കറി നിമിഷം എത്തിയോ? അവിടെ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. അറിയില്ലെന്നോ? നിങ്ങൾ ഫിലിം ഡയറക്ടർ അൻവറിൻ്റെ വീടല്ലേ ചോദിച്ചത്? എന്നാൽ നിങ്ങൾ മാപ്പ് നോക്കിയിടുക. എന്ത് കഷ്ടമെന്ന് നോക്കിയേ. ഓണമായിട്ട് ഒരു ദിവസം വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കാൻ സമ്മതിക്കത്തില്ല. എന്തേ ആരെങ്കിലും കാണാൻ വരുന്നു പറഞ്ഞോ? ഒരാൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്നെങ്കിലും ഒന്ന് ഒഴിവാക്കിക്കൂടെ? കണ്ടിട്ട് എളുപ്പം പറഞ്ഞോടാ നോക്ക്. എടി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്തേ? ഞാനൊരു ഫിലിം ഡയറക്ടറാണെന്ന് നാട്ടുകാർക്ക് പറഞ്ഞുകൂടെ? ഇല്ല. വല്ലപ്പോഴും വല്ല ഇന്റർവ്യൂ ഒക്കെ കൊടുക്കണേ, അപ്പോഴേ നാലാൾക്കാർ തിരിച്ചറിയൂ. ശരി ശരി, ചെല്ലടി പോ. എന്ത് ചെയ്യാ, ഇയാളിത് എവിടെ പോയി കിടക്കും? സത്യം. ഒന്ന് വേഗം പറഞ്ഞിരുന്നു ഉപകാരമായിരുന്നു. ആരും ഇല്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്കാണ് കുക്കിംഗ്. തേങ്ങ 2 കഷ്ണങ്ങളാക്കാം. ശർക്കര, ഉണക്കൊന്തിരി, അണ്ടിപ്പരിപ്പ്. 1 മിനിറ്റ് ഇപ്പോൾ വരാട്ടോ. മനുഷ്യനെ പണിയെടുക്കാൻ സമയം. ശ്രുതികുട്ടാ വാ വാ, അകത്ത് പണിയുണ്ട്. ചേട്ടാ നമുക്ക് തന്നു വിട്ട സാധനങ്ങളിൽ 1-2 കുറവുണ്ടെന്നാ പറഞ്ഞ. 1-2 അത് കുഴപ്പമില്ല. 1-2 എന്ന് പറഞ്ഞാലേ മറ്റേ ഓല, കാളൻ, തോരൻ, അച്ചടി, പച്ചടി, കിച്ചടി, പഴം, ഇതൊന്നുമില്ല. പിന്നെ മാങ്ങാത്തൊലിയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. മാങ്ങാത്തൊലി ഇല്ല. ബാക്കി സാമ്പാർ, അവിയല്, അച്ചാറ്, പപ്പടം, ഉപ്പേരി, ഇത്രയൊക്കെ ഉണ്ട്. വളരെ ഉപകാരം. എന്ത് ചെയ്യുന്നു ചേട്ടൻ? എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ടേ പറ്റൂ. നീ വാ. എന്താ ഏട്ടാ? വാ കുട്ടാ. നീ ഇതൊരുമാതിരി ചതിയായി പോയിട്ടോ. എടാ സുക്കുട്ടാ, നീ അല്ലാതെ ആരാടാ ഉള്ളത് എനിക്കൊരു കൂട്ടിന് ഈ ലോകത്ത്? 3 കണ്ടില്ലേ, രാവിലെ ഇറങ്ങിപ്പോയതാണ്. ഇനി ഉണ്ണാൻ നേരത്തെ കയറി വന്നോളൂ. എടാ ഒന്നൊരു ആത്മാർത്ഥത ഇല്ലടാ നിനക്കൊഴിച്ച്. ചേട്ടൻ ഇപ്പെങ്കിലും അത് മനസ്സിലായല്ലോ. നീ ആ തേങ്ങ വെട്ടം ചേട്ടൻ്റെ തീർക്ക്. അത് കഴിഞ്ഞിട്ടാണോ സവാള അരിയാൻ. ചേട്ടാ ഒരല എനിക്കും ഉണ്ടാവില്ലേ? അതെന്താ സുതികുട്ടാ നീ അങ്ങനെ ചോദിക്കുന്നേ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സുതികുട്ടാ, നീ യൂട്യൂബിലെ ആ നീലിമ എന്ന് പറഞ്ഞ കൊച്ചിന്റെ കുക്കിംഗ് വീഡിയോസ് കാണാറുണ്ടോ? എടാ എന്തൊരു അടിപൊളി കുട്ടിയാടാ. അവളുടെ ഒരു ക്യാമറാമാനൊക്കെ ആയിരുന്നെ പൊളിച്ചാൻ.
അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് എൻ്റെ സ്പെഷ്യൽ അടപ്രഥമൻ ഉണ്ടാക്കി അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അയക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഹാപ്പി ഓണം, ബൈ. ഇതുവരെ കഴിഞ്ഞില്ലേ? പ്രീമിയർ പോയിക്കൊണ്ടിരിക്കുക. 15 മിനിറ്റിൽ എനിക്ക് അടുത്ത റെസിപ്പി ഇടണം. വാക്കൊണ്ട് പാചകം പറയണ പോലെയല്ല, കൈകൊണ്ട് പാചകം ചെയ്യണത് നല്ല പണിയാണ്. അച്ഛൻ അതൊക്കെ പറയാം. എന്റെ ഫോളോവേഴ്സിനോട് ഞാൻ എന്ത് പറയും? ഫോളോവേഴ്സ് അറിയണ്ട ഇതൊക്കെ ആരാ കുക്ക് ചെയ്യണെന്ന്. അതുകൊണ്ടാണല്ലോ അച്ഛൻ്റെ പൊന്നച്ഛനെ കൊണ്ട് ഞാൻ ചെയ്യിക്കുന്നത്. ഒരു റിട്ടയർഡ് പോലീസുകാരൻ്റെ ഒരു അവസ്ഥ. എനിക്ക് ഇങ്ങനെ ഒരു കല കൈവശമുള്ളതുകൊണ്ടാണ് നീയൊക്കെ 4 ആൾക്കാരുടെ മുമ്പിൽ ഞെളിഞ്ഞ് നടക്കണത്. സ്വന്തം മോളൊരു സെലിബ്രിറ്റി ആയത് അഭിമാനിക്കൂ വെച്ചാൽ അഭിമാനിക്കൂ. അത് പറഞ്ഞപ്പോഴാ കഴിഞ്ഞ ദിവസം ക്ലബ്ബിൽ പോയപ്പോ നമ്മുടെ കുറച്ച് കമ്പനിക്കാരെ കണ്ടു. അവരെന്നോട് ചോദിച്ചു, യൂട്യൂബിൽ മോളുടെ ക്രിക്കറ്റ് ഷോ എല്ലാം കാണാറുണ്ട്, നല്ല ഷോ ആണ്, ഒരു കൈ സാറിനെ നോക്കിയൂടെയെന്ന്. എന്നിട്ട് അച്ഛൻ എന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല, പക്ഷെ അതിനെക്കുറിച്ച് ശരിക്കൊന്ന് ആലോചിച്ചു. എന്തായാലും ഞാൻ തന്നെ ഉണ്ടാക്കണം, നിന്റെ അച്ഛനാണെന്ന് പറഞ്ഞ് എനിക്കും തുടങ്ങായിരുന്നു ഒരു ഷോ. നിങ്ങളിപ്പോൾ ഇങ്ങനെ മാറ്റി പറഞ്ഞാൽ അങ്ങനെ ശരിയാവും? ആ, ഇത്രയും റേറ്റൊക്കെ ആകും. അങ്ങനെയാണ് പിന്നെ നേരത്തെ പറഞ്ഞായിരുന്നു. ഞാൻ നിങ്ങളെ ഇപ്പോഴല്ലേ കാണുന്നത്. എൻ്റെ ചേട്ടാ, ഞങ്ങൾ വ്യാഴാഴ്ച ഒന്ന് ഓർഡർ ചെയ്തതല്ലേ, അപ്പോൾ എന്താ പറയാത്തത്? ആ, അതന്നത്ര റേറ്റ്. ഓണമാണെന്ന് ചേട്ടൻ രാവിലെയാണ് അറിഞ്ഞത്. എന്തു പറഞ്ഞാലും ഞാൻ പറഞ്ഞ പൈസ തരാതെ സാധനം ഇറക്കാൻ പറ്റില്ല. ചേട്ടാ ഇവിടെ വന്നിട്ട് ഇത്രയും കാശൊക്കെ ഇപ്പോൾ ചോദിച്ചാൽ ഞാൻ അവിടെ നിർത്തിട്ട് തരാനാണ്. ചേട്ടാ നമ്മുടെ അന്നേ പറയണമായിരുന്നു. നിങ്ങൾ ഈ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞ പൈസ തന്നാൽ സാധനം ഇറക്കാം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ സാധനം വണ്ടിയിലിരിക്കും. എന്നാ പറഞ്ഞ ചേട്ടാ സാധനം വേണ്ടി തന്നെ വെച്ചോ, എനിക്കിങ്ങ് വേണ്ട. നിക്കടാ, ഇക്കണ്ട ലോഡ് മുഴുവൻ കണ്ട നാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോ നിനക്കൊന്നും വേണ്ടേ? മര്യാദക്ക് പറഞ്ഞ കാശ് തന്നിട്ട് സാധനം എടുത്തോണ്ട് പോകും, അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിയും. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ, പോലീസിനെ വിളിക്കും. നോക്കിയോ എടാ പൊട്ട, അവരെ വിളിച്ചാൽ അവർക്ക് കൂടി കൊടുക്കേണ്ടി വരും. എവിടെ സമയം ക്ലയന്റ് വിളി തുടങ്ങി, പൂക്കളുടെ കാര്യം ഏറ്റെടുക്കണ്ട ഞാൻ അപ്പോഴേ പറഞ്ഞതാ. എന്താ സമയം പ്രശ്നം? നമ്മള് പറഞ്ഞ റേറ്റിനേക്കാളും കൂടുതൽ വയ്ക്കുക വേണ്ടെന്ന് പറഞ്ഞപ്പോ എന്നെ ഭീഷണിപ്പെടുത്തി. എന്റെ ചേട്ടാ, റേറ്റിന്റെ കാര്യമൊക്കെ നമ്മൾ ആദ്യം സംസാരിച്ച് ഓക്കെ പറഞ്ഞതല്ലേ. എന്റെ മോളെ ഡയലോഗ് അടിക്കാതെ പറഞ്ഞ കാശ് വെച്ചിട്ട് സാധനം എടുത്തോണ്ട് പോകും, അല്ലെങ്കിൽ വാലുമുറിയും. ഇത് സ്ഥലം വേറെയാ. ശരി, നമുക്ക് സംസാരിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ടാവും, ഞാൻ നോക്കട്ടെ കേട്ടാ. ആ, പോലീസിനെ പട്ടാളത്തിനെ ആര് വേണമെങ്കിലും വിളിക്കും. പോലീസും പട്ടാളൊന്നും അല്ല, ഞാൻ വിളിക്കാൻ പോകുന്നതേ കുറ്റാലി ശ്രീധരനെയാ. ശ്രീധരേട്ടനെ അറിയോ? അമ്മാവനാ. എന്നാ പിന്നെ അത് നേരത്തെ പറയണ്ടേ മോളെ. മോള് ഫോൺ എവിടെ വെക്ക്, ലോഡ് എവിടെയാ ഇറക്കേണ്ടത്? പിന്നല്ല. ഇതാരായി കുറ്റാലി ശ്രീധരൻ? പുള്ളി ഇവിടുത്തെ യൂണിയൻ ലീഡറാണ്. അത് കണ്ട പോസ്റ്റർ ഒട്ടിച്ച് വെച്ചിരിക്കണത്? ഇയാൾ നിന്റെ അമ്മാവനാണോ? ആരുടെങ്കിലും അമ്മാവനായിരിക്കും, എന്റെയാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഓ, എന്തേ വീട്ടിലേക്ക് വരുന്നുണ്ടാ? പായസം ഉണ്ടാക്കുന്നുണ്ട്, ഞാനാ പ്രിപ്പറേഷൻ. എന്ത് പായസം? പരിപ്പ് പായസം. ആഹാ, എന്റെ ഫേവറേറ്റ് പരിപ്പ് പായസം. താൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ആ, ഓർക്കണില്ലല്ലോ. ഞാൻ ഓർക്കുന്നുണ്ട്. ആ, അവനാശേ, തൻ്റെ വർക്കൊക്കെ കൊള്ളാം. ഇത്ര പെർഫെക്ഷനുള്ള വെഡിങ് വർക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആഡ്സിൻ്റെ ബഡ്ജറ്റ് കുറവ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. സാരമില്ല, എന്നാലും കൊള്ളാം. താങ്ക് യു സർ. എടോ അവനാശേ, താൻ ഇവിടെ വരുന്നോളം വരെ എനിക്ക് തന്നെപ്പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നു. ഉള്ള കാര്യം പറയാലോ, ഈ റെക്കമെൻഡേഷൻ ആയിട്ട് വരുന്നവരെ എനിക്ക് പുച്ഛമാണ്. എന്നാന്നറിയോ, ഇവന്മാരൊക്കെ നല്ല പണി എന്നുള്ള ചരിത്രമുള്ളൂ. ഞാനങ്ങനെ എടോ, താൻ എങ്ങനെയാണെന്നല്ലേ പറഞ്ഞു കേട്ടോ. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞ വേറൊന്നുമല്ല. എടോ, അതല്ല, തനിക്ക് കഴിവുണ്ട് കേട്ടോ. ഒരു ഫിലിം മേക്കറുള്ള കഴിവ് തനിക്ക് കാണുന്നുണ്ട്. എന്നാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ചോദിച്ചോ. ഇപ്പം സാധാരണ ആളുകളൊരു ഷോർട്ട് ഫിലിം തട്ടിക്കൂട്ടി എല്ലാം കഴിഞ്ഞ് ഡയറക്ടർ ഒരു ആക്ടറെ പിടിച്ച് ഡേറ്റ് എടുത്ത് ഒരു പ്രൊഡ്യൂസറെ കൂട്ടി ഒരു പടം തട്ടിക്കൂട്ടിലാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. താനെന്താ പടം ചെയ്യാൻ? ഞാനും എല്ലാവരും പോലെ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മൈൻഡിലുള്ള മൂവി അതേപോലെ തന്നെ എടുക്കണമെങ്കിൽ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഒക്കെ വേണം. അതുമല്ല, എനിക്ക് സാറിനെ അസിസ്റ്റ് ചെയ്യാന്നുള്ളത് ഭയങ്കര ഒരു
ഡ്രീമായിരുന്നു. അത് ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. സാറിന് അസിസ്റ്റ് ചെയ്തവരെല്ലാവരും ഇപ്പോൾ വലിയ ഡയറക്ടേഴ്സ് ആണല്ലോ. ആ ആരെങ്കിലും എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞാൽ അവളെ അടുത്ത് കാണത്തില്ല. ഞാനെവിടെ ആ കൊടുക്കുക, അവിനാശിന് കൊടുക്കും. താങ്ക് യു. അവിനാശേ, വൈഫ് നല്ല കുക്കാ. ഓണം സ്പെഷ്യലാ ഗോതമ്പ് പായസം. മോളേത് അവിനാശ്, നമ്മുടെ അടുത്ത പടത്തിന് അസിസ്റ്റ് ചെയ്യാൻ വന്നാ. ഹലോ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അവിനാശേ, ഗോവയിൽ ഒരു ആടിന് ഷൂട്ട് നടക്കുക. അവിടെ ഷൂട്ട് ബ്രേക്ക് ചെയ്തു. ഓണത്തിന് വീട്ടിൽ വന്നില്ല, ഒരു സുഖവുമില്ല. ഞാൻ നാളെ പോവും. 2 ദിവസം ഷൂട്ടുണ്ട്. അടുത്ത ആഴ്ച തൊട്ട് പുതിയ വർക്കിന്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ കൊച്ചി വെച്ചാണ് അടുത്ത ഷെഡ്യൂൾ എടുക്കുന്നത്. താൻ ഒരു കാര്യം ചെയ്യും, എന്നെ ഒന്ന് വിളിക്കും, നമുക്ക് നോക്കാം. ഓക്കെ, ശരി. കണ്ടിട്ട് എന്തായാലും സംഭവം കളറായിട്ടുണ്ടല്ലേ? കണ്ടിട്ട് തന്നെ ഏതാണ്ട് പോലെ. നല്ല ടേസ്റ്റ് ഉണ്ടാവല്ലോ അപ്പ. എടാ നോക്കി വെള്ളറക്കാത. അതല്ല ഏട്ടാ, ഇത് കഴിച്ചു നോക്കാതെ എങ്ങനെയാ ടേസ്റ്റ് അറിയാൻ പറ്റണേ? അത് കറക്റ്റാട്ടാ, ഞാനേ കുറച്ചെടുത്തിട്ടേ. അതല്ല, ചേട്ടൻ കഴിച്ചു നോക്കിയിട്ട് കാര്യമില്ല. അതെന്താ? ഉണ്ടാക്കിയുള്ള ടേസ്റ്റ് ഒക്കെ അറിയാൻ പറ്റത്തില്ല. നിനക്കിപ്പോ എന്താ വേണ്ടത്? കുറച്ച് കഴിക്കണം. ഒരു ഗ്ലാസ് എടുത്തിട്ടോ. എന്റെ ദൈവമേ, ഒരു സ്പൂൺ. കൊല്ലു ചങ്ങായി. മതിയാ? കുറച്ചുകൂടെ വേണമായിരിക്കും. ടേസ്റ്റ് ചെയ്യാൻ ഇത്രയൊക്കെ മതി. അണ്ണാക്ക് പൊള്ളാൻ നോക്കണം. ഓക്കെ. ഒന്നും പറയാനില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ പറ, ഞാൻ കുറെ കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലേ. അടിപൊളിയായിട്ട് ചേട്ടാ. കുറച്ച് തൂക്കുപാത്രത്തിൽ തന്നോടൂ എനിക്ക്. അതെന്തിനാണ്? സുകുമാരൻ ചേട്ടൻ എങ്ങനെ ചോദിച്ചാ? അച്ഛൻ എന്ന് പറഞ്ഞ എന്നാ അച്ഛനെങ്ങനെ ചോദിച്ചാ? അത് തരാം. ചേട്ടാ, ഇത് ഇത്തിരി കട്ടി കൂടി പോയിട്ടുണ്ടോ? കട്ടി കൂടുതലുണ്ടല്ലോ, അതെനിക്കും തോന്നിയടാ. അത് നമുക്ക് റെഡിയാക്കാം. ഞാൻ ഗ്ലാസ്സിൽ വന്നേ, അവരെത്തുമ്പോഴേക്കും കഴുകി വെക്കാം. നീ കഴുകൊന്നും വേണ്ട, ഇങ്ങോട്ടോ. നീ ഒരു പണിയേ, നീയേ അവിടെ തേങ്ങാപ്പാൽ ബാക്കിയാൻ വെച്ചിട്ടുണ്ട്. നീ നേരത്തെ ആ പായസത്തിൽ ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്ക്, അപ്പൊ ലൂസായിക്കോളൂ. എന്താണ് ഒരു സ്മെല്ല് വ്യത്യാസം? എനിക്കും തോന്നി. നീ പാലൊഴിച്ചില്ലേ? ഒഴിച്ചല്ലേ? എടാ തൈരാണോ? തൈരാണത്? അയ്യോ ചേട്ടാ, തൈരാ. പോയി, എന്റെ പായസം പോയി. ഞാൻ അവര് ഒരു എന്തെടുത്തും കൊടുക്കോ ദൈവമേ. ചേട്ടാ സാരമില്ല, ഒക്കെ ശരിയാ. എന്തായാലും എന്താണ് നിനക്ക് കുറെ നേരമായിട്ടൊരു വശപ്പശക്ക്? എന്താടാ? അല്ലളിയാ, അളിയാ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? പായസം കുളമായി. എടാ കാലമാടാ, പറ്റില്ലെങ്കിൽ കിടന്ന് ഏക്കാൻ നിക്കരുതടാ. എടാ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എടാ നീ ഒന്നും പറയണ്ടാ, മനുഷ്യൻ കൊതിച്ചു വന്നതാ. ഇന്ന് ഞാൻ വരുന്ന വഴിക്ക് എന്തോരം പായസം ഫസ്റ്റ് കണ്ടതാണോന്ന് അറിയാവി. എന്നിട്ട് അവിടെ ഒന്നും കേറാണ്ട് ഞാൻ കഷ്ടപ്പെട്ട് വന്നിട്ട് നശിപ്പിച്ചു. എനിക്കിന്ന് ദിവ്യയുടെ വീട്ടിൽ പരിപ്പ് പായസം ഉണ്ടായിരുന്നാണ്. ആ പായസം പോയില്ലേ? ആ പായസം എപ്പ ചെന്നാലും കിട്ടും, അവിടെ തന്നെ കാണും. ഇനി അവര് വരുമ്പോ ഞാൻ എന്തെടുത്ത് കൊടുക്കുന്ന ആലോചിക്കുന്നത്. നീ എന്താണ് ഇങ്ങനെ? നിങ്ങളെല്ലാരും അവരവരുടെ കാര്യം പറഞ്ഞോ. എന്റെ ഇഷ്ടം എന്താണ് ഇതുവരെ ആരെയും ചോദിച്ചിട്ടുണ്ടോ? ഈശ്വര, അവര് വന്നു. ഞാനല്ലേ ഇവര് പിക്ക് ചെയ്ത്. അപ്പൊ പരിപ്പ് പായസം എനിക്ക് മടിയായി. രാവിലെ തുടങ്ങി പറയാം നിങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. എനിക്ക് നല്ല കഴിപ്പിൽ മാത്രം
മതിന്ന് പറയണം. ഒരു സ്പൂണോ മതിയാ? വീണ്ടും ഒരു സ്പൂൺ. വേണ്ടാന്ന് പറയുന്നവരെ ഇഷ്ടമുള്ളൂ. ഒരു പ്രശ്നമില്ല. ഓക്കെ, നിങ്ങളിരിക്കണല്ലേ? നിങ്ങക്ക് വേണ്ടേ? ഞങ്ങൾ ഇരിക്കാം. അപ്പൊ ഞാൻ വരാൻ വൈകിയില്ലല്ലോ. ബേബി, ഞാൻ വിചാരിച്ചു നിങ്ങൾ പോയി കാണുമെന്ന്. എന്താ ചോദിച്ചത്? കുറച്ച് പാലട പായസാടാ, ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതാ. ചേച്ചിക്കൊണ്ട് ഞാൻ അമ്പലം പോയി. അതൊക്കെ പിന്നെ പണിയാ. നീ ഇതെല്ലാവർക്കും കൊടുത്തേ. കൊടുത്തിരിക്കും. ഗ്ലാസ് എവിടെ? നാടൻ പാട്ടുകളുടെ ഒരു കവനീയ ശേഖരവുമായി നമ്മുടെ സ്വന്തം ജോസഫേട്ടനോട് ഇരിപ്പുണ്ട്. ജോസഫേട്ടൻ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എന്താണ്? എൻ്റെ തൊണ്ട അടഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് തെറ്റുകളുണ്ടായാൽ ക്ഷമിക്കണം. അത് കുഴപ്പമില്ല. പിന്നെ ഒരു ലളിതഗാനം പോലെ. ഓക്കെ, അത് മതി. ഊണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം മാടി വിളിപ്പൂ ഇതാ 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 പൂവേ പൂവേ. നിങ്ങളല്ലെങ്കിൽ സൂപ്പർ അല്ലേ മനുഷ്യ? അടുത്തതായി പാട്ട് പാടാൻ പോകുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ബേബി ചേച്ചി. അയ്യോ, എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ, അതൊന്നും സാരല്ലേ, പാടേച്ചി. പണ്ടെങ്ങാണ്ട് പാടിയതാ. കുഴപ്പമില്ല, പാട്. ശ്വാസം മുട്ടുമായിരിക്കുവേ. പാടേച്ചി. തന്നെ താനന്നെ താന തന്നെ തന്നെ താനന്നെ താനന തന്നെ താനന്നെ താന തന്നെ തന്നെ താനന്നെ താനന. കേട്ടോ സ്നേഹിതരെ, ഞാൻ ചെറുവള്ളി തോട്ടത്തിൽ നീ വഴി പോകുമ്പം കുട്ടിത്തത്ത കിളി പോലഴകുള്ള തത്തമ്മ പെണ്ണവൾ പോകുന്നേ. കണ്ടറിവും ഒരു കാര്യവുമില്ലാതെ എങ്ങനെ ഒരു വക ചോദിക്കും. ദുഷ്ടർമ്മ ഭൂമിയിൽ കഷ്ടപ്പെടുന്നത് കണ്ണിനാൽ കണ്ടില്ലേ ദൈവമേ. തന്നെ താനന്നെ താന തന്നെ തന്നെ താനന്നെ താനന തന്നെ താനന്നെ താന തന്നെ തന്നെ താനന്നെ താനന. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടവൾ ചായക്കടയിലും കേറുന്നേ. ചായ കുടിക്കുന്നു, ദാഹങ്ങൾ തീർക്കുന്നു, നേരെ കിഴക്കോട്ട് നോക്കുന്നേ. തന്നെ താനന്നെ താന തന്നെ തന്നെ താനന്നെ താനന തന്നെ താനന്നെ താന തന്നെ തന്നെ താനന്നെ താനന തന്നെ താനന്നെ താന തന്നെ തന്നെ താനന്നെ താനന. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, ഗംഭീരമായിട്ടുണ്ട്. അസാധ്യ പാട്ട്, അസാധ്യ പാട്ട്. അവര് ശരിക്കും പാടിയോണ്ടാ കേട്ടോ. കോപിക്കാറില്ല പെണ്ണു കോപിച്ചാൽ ഈറ്റപ്പുലി പോലെ, നാണിക്കാറില്ല പ്രീതി നാണിച്ചാൽ നാടൻ പീട പോലെ. കോപിക്കാറില്ല പ്രീതി കോപിച്ചാൽ ഈറ്റപ്പുലി പോലെ, നാണിക്കാറില്ല പ്രീതി നാണിച്ചാൽ നാടൻ പീട പോലെ. വേളിപ്പെണ്ണേ പ്രീതിപ്പെണ്ണേ താളം തുള്ളി മേളം തുള്ളി വാ. പ്രീതിപ്പെണ്ണേ വേളിപ്പെണ്ണേ താളം തുള്ളി മേളം തുള്ളി വാ. പ്രീതിപ്പെണ്ണേ വേളിപ്പെണ്ണേ താളം തുള്ളി മേളം തുള്ളി വാ. മടിയിലെ കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ട് മയങ്ങും പ്രീതി. കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ട് മയങ്ങും പ്രീതി. പ്രീതി
Compromise.